എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പം നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ മാസ്റ്റർ റോഷിയുടെ കയ്യിൽ നിന്ന് ആ സബ്മറിയൻ അത് നേടി. അതിന് പകരമായിട്ട് ബുൽമയാണെങ്കിൽ അവളുടെ വാച്ച് അത് അദ്ദേഹത്തിന് ഗിഫ്റ്റായി കൊടുത്ത് ഡ്രാഗൺ ബോൾ അന്വേഷിച്ച് അവരുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ആക്ച്വലി കടലിന്റെ അടിത്തട്ടിൽ എവിടെയോ ആണ് ആ ഒരു ഡ്രാഗൺ ബോൾ ഉള്ളത്. മൊട്ടപ്പനാണെങ്കിൽ ആ കടലിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അവനും ഇപ്പം നമ്മുടെ ആൾക്കാരോടൊപ്പം ആ ഡ്രാഗൺ ബോൾ കണ്ടെത്താനുള്ള യാത്രയിൽ പങ്കുചേർന്നിരിക്കുകയാണ്. ഇവിടെ അപ്പാപ്പനാണെങ്കിൽ നമ്മുടെ ലോഞ്ച് പെണ്ണിനെ കുളിക്കാനായിട്ട് നിർബന്ധിച്ചു കൊണ്ടേയിരിക്കും. അതിനുശേഷം ആളുടെ സൈസ് അത് ചെറുതാക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ആ റഡാർ ചെക്ക് ചെയ്യും. ഇപ്പൊ ബുൽമയാണെങ്കിൽ ആ ഡ്രാഗൺ ബോളിന്റെ ലൊക്കേഷൻ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി മൊട്ടപ്പിന് പറഞ്ഞു കൊടുക്കും. അവൻ അവിടേക്ക് അവന്റെ ഫ്ലൈറ്റ് തിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ആ ജനറൽ അവനാണെങ്കിൽ ഹായ് ആയിട്ട് ചെസ് കളിക്കും. അടുത്ത നിമിഷം ഒരു സോൾജിയർ അവിടേക്ക് വന്ന് അവനോട് പറയും, നമ്മൾ അവിടെ മുഴുവൻ അന്വേഷിച്ചു, കടലിന് നടുക്ക് ചെറിയൊരു ഐലാൻഡിൽ ഒരു വീട് കണ്ടെത്താനായി. അവിടെ നിന്നാണ് ആ ഗോക്കു പയ്യനും പെൺകുട്ടിയും അവന്റെ കൂടെ മറ്റൊരുത്തനും അവർ 3 പേരും ഒരു പ്ലെയിനിൽ പറന്നുയർന്നത്. ആ വീട്ടിലുള്ളത് മാസ്റ്റർ റോഷിയാണ്. ആളൊരു സയന്റിസ്റ്റ് ആണ്. അതുപോലെ തന്നെ വളരെ മികച്ച ആയോധന കലാ ട്രെയിനറാണ്. സോ തീർച്ചയായിട്ടും അദ്ദേഹമായിരിക്കാം ആ ഒരു റഡാർ അവന് നൽകിയിട്ടുണ്ടാവുക. ആ ജനറൽ ആണെങ്കിൽ ഇപ്പൊ ഡ്രാഗൺ ബോൾസിന്റെ ലൊക്കേഷൻ അത് ചോദിക്കും. അതിന് അസിസ്റ്റന്റ് പറയും 2 ഡ്രാഗൺ ബോൾസ് ഉള്ളത് ആ ഒരു വീട്ടിലാണ്, ബാക്കി ഒന്ന് ഇപ്പോഴും കടലിന്റെ അടിത്തട്ടിൽ തന്നെയാണ്. ജനറലിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. എത്രയും വേഗം ആ വീട് തകർത്ത് ആ 2 ഡ്രാഗൺ ബോൾസും ഒരു കിളവനുമായിട്ട് നിങ്ങൾ ഇവിടേക്ക് കടന്നു വരണമെന്ന് പറയും. അതിന് ആ സോൾജിയർ ഓക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ലോഞ്ച് ആണെങ്കിൽ ബൊൽമയുടെ ബാഗ് കാണും. ഓ നോ, അവൾ ഈ ബാഗ് അതെടുക്കാൻ മറന്നുപോയെന്ന് ചോദിച്ച് ആ ബാഗ് കയ്യിലെടുക്കും. അടുത്ത നിമിഷം ആ ബാഗിലുണ്ടായിരുന്ന 2 ഡ്രാഗൺ ബോളും ഇപ്പൊ താഴേക്ക് വീഴും. അവൾക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഇതെന്താണ്, ഇങ്ങനെയൊന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവളത് കയ്യിലെടുക്കുകയാണ്. അതേസമയം അപ്പാപ്പനാണെങ്കിൽ നൈസായിട്ട് അവളുടെ പുറകിൽ വന്ന് ഓപ്പോസിറ്റുള്ള ബാത്റൂമിലേക്ക് കയറി പറ്റും. ഓ എന്റെ സ്വപ്നം അത് ഞാൻ സാക്ഷാത്കരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആ വാച്ചിൽ പ്രസ് ചെയ്ത് അവളുടെ സൈസ് അത് ചെറുതാക്കി മാറ്റി ഒരു ഭാഗത്ത് പതുങ്ങിയിരിക്കും. അതേസമയം ലോഞ്ച് ആണെങ്കിൽ അവൾ തിരിച്ചും മറിച്ചും ആ ഡ്രാഗൺ ബോളിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഗോക്കും ടീമും ആണെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഏകദേശം ആ ഒരു ഡ്രാഗൺ ബോളിന്റെ ലൊക്കേഷൻ അത് മനസ്സിലാക്കി കഴിഞ്ഞു. ഉൽമയാണെങ്കിൽ ഇപ്പോൾ മൊട്ടപ്പനോട് പറയും, നമ്മൾ ഏകദേശം ആ ലൊക്കേഷനിലേക്ക് എത്തി, ഇനി എത്രയും വേഗം നമ്മൾ ഡൈവ് ചെയ്ത് പോകണം. നോക്കുവാണെങ്കിൽ അത് കേട്ട് അത്ഭുതത്തോടു കൂടെ ചോദിക്കും, നമ്മൾ ഈ ഒരു പ്ലെയിൻ അത് കടലിനടിയിലേക്ക് ഇറക്കാൻ പോവാണോ? അതിനതേന്ന് പറഞ്ഞ് മൊട്ടപ്പൻ അത് കടലിനടിയിലേക്ക് ഇറക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ദൂരത്തായിട്ട് ആ ബ്ലൂ ക്യാപ്റ്റൻ ആളാണെങ്കിൽ ഇപ്പം നമ്മുടെ ആൾക്കാരുടെ മൂമെന്റ്സ് അത് കറക്റ്റായിട്ട് വാച്ച് ചെയ്യുകയാണ്. വാവ്, നിങ്ങൾ ആ ഡ്രാഗൺ ബോൾ അത് അന്വേഷിച്ച് പോവുകയാണല്ലേ. ഞങ്ങളുടെ ജോലി അത് നിങ്ങൾ കുറച്ച് തരികയാണ്. വേഗം ആ ഡ്രാഗൺ ബോളുമായിട്ട് വായോ, അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാനത് മോഷ്ടിക്കുമെന്ന് പറയും. മറ്റൊരു ഭാഗത്ത് ലാബിലുണ്ടായിരുന്ന ഒരു കണ്ണാടിക്കാരൻ അവൻ ഓടി വന്ന് ഇപ്പോൾ ആ ബ്ലൂ ക്യാപ്റ്റനോട് ഒരു ഇൻഫർമേഷൻ കൊടുക്കും. മാസ്റ്റർ, ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു അർജന്റ് മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് ആ 2 ഡ്രാഗൺ ബോൾസ് അതിപ്പോഴും ആ ഐലാൻഡിൽ തന്നെ ഉണ്ട്. അവിടെയുള്ള ഒരു ചീഫ് സയന്റിസ്റ്റിന്റെ വീട്ടിലായിട്ടാണ് അതിന്റെ സിഗ്നൽസ് കാണിക്കുന്നത്. സോ നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ആ 2 ഡ്രാഗൺ ബോൾസും കണ്ടെത്തി ഒരു സയന്റിസ്റ്റിനെയും പിടിച്ച് ആ 2 ഡ്രാഗൺ ബോൾസും കളക്ട് ചെയ്ത് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോവുക എന്നാണ്. അത് കേട്ട് ഇപ്പൊ ബ്ലൂവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ബ്ലൂ ജനറൽ ആണെങ്കിൽ ഇപ്പൊ അവന്റെ അസിസ്റ്റന്റിനോട് പറയും, നിങ്ങൾ എത്രയും വേഗം ആ ഏജ്ഡായ ആളുടെ വീട്ടിലേക്ക് പോയി അവരെ അറസ്റ്റ് ചെയ്ത് ആ ഡ്രാഗൺ ബോൾ ഹെഡ് ക്വാർട്ടേഴ്സിൽ എത്തിക്കണം. അതേസമയം ഞാൻ ആ കുട്ടികളുടെ പിന്നാലെ പോവുകയാണ്. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കറക്റ്റായിട്ട് വർക്ക് ആവണമെന്ന് പറയും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ കടലിന്റെ അടിത്തട്ടിൽ എത്തിക്കഴിഞ്ഞു. അവരാണെങ്കിൽ ചുറ്റും നോക്കും, ഒരുപാട് ഫിഷുകൾ. ഗോക്കുവിനാണെങ്കിൽ ഓരോ ഫിഷുകളെ കാണുമ്പോഴും ഒരുപാട് സംശയങ്ങൾ. അവൻ ആ സംശയങ്ങൾ ബുൽമയോട് ചോദിക്കും. അതിന് ബുൽമയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഗോക്കു നീ ഒന്നും മിണ്ടാതിരിക്കും, നമ്മുടെ ലക്ഷ്യം ആ ഡ്രാഗൺ ബോൾ ആണ്. ഈ റഡാറിൽ ആ ഡ്രാഗൺ ബോൾ ഇവിടെ തന്നെയാണെന്നാണ് കാണിക്കുന്നത്. സോ നമ്മൾ എത്രയും വേഗം അത് ചെക്ക് ചെയ്യണമെന്ന് പറയും. മൊട്ടപ്പനാണെങ്കിൽ ലൈറ്റ്സ് ഓൺ ചെയ്ത് ഇപ്പോൾ അവിടെ ചെക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. പക്ഷെ അവിടെ എവിടെയും ഒന്നും കാണാനില്ല. ഗോക്കു ആണെങ്കിൽ ചുറ്റും നോക്കും. ഇവിടെ മുഴുവൻ മത്സ്യങ്ങളാണ്. ഡ്രാഗൺ ബോൾ അതിവിടെ ഇല്ല. അതിന് അവള് പറയും, ഒരു കാരണവശാലും റഡാറിന് തെറ്റു പറ്റില്ല, അതിവിടെ തന്നെ ഉണ്ട്, നീ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെക്ക് ചെയ്യ്. ഗോക്കു ആണെങ്കിൽ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് ഇപ്പൊ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഉൽമയാണെങ്കിൽ ഹെൽമെറ്റിലൂടെ അവൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം ഒരു മീൻ അവന്റെ നിക്കറിനിടയിലേക്ക് കയറും. അവനാണെങ്കിൽ അതിനെ പുറത്തേക്ക് പിടിച്ചെടുക്കും. പിന്നീട് വലിയൊരു ജയന്റ് ഞണ്ടിനെ എല്ലാവർക്കായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഗായ്സ്, ഇത്രയും വലിയ ഞണ്ടിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കട്ട് ചെയ്ത ഇവിടെ ആ ബ്ലൂ സോൾജിയർ അവനാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ സോൾജിയേഴ്സിനെയും അവിടേക്ക് വിളിച്ചു കൂട്ടും. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. കറക്റ്റായിട്ട് ഈ ഓപ്പറേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് കിട്ടാൻ പോകുന്നത് 3 ഡ്രാഗൺ ബോളും അതുപോലെ തന്നെ വളരെയധികം ബുദ്ധിമാനായ ഒരു വ്യക്തിയുമാണ്. അത് മിസ്സാവാൻ പാടില്ല, ഒരാളെയും കൊല്ലാനും പാടില്ല. എല്ലാം വളരെ കൃത്യമായിട്ട് വേണം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ എല്ലാവരെയും അവിടുന്ന് പറഞ്ഞയക്കും. അലാം സൗണ്ട് ആണെങ്കിൽ അവിടെ മുഴുവനായിട്ട് മുഴങ്ങും. അത് കേൾക്കേണ്ട താമസം സോൾജിയേഴ്സ് എല്ലാവരും ആയുധങ്ങൾ
ആയുധങ്ങളുമായിട്ട് പ്ലെയിനിലും വിമാനങ്ങളിലും കയറി തയ്യാറാവുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഗോക്കു ആണെങ്കിൽ ആ കടലിന്റെ മുക്കിലും മൂലയിലും പരിശോധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ആഴത്തിലൊരു വിള്ളൽ ഇത് ഗോക്കു കാണുക. ഗോക്കു ആണെങ്കിൽ ബുൽമയോട് പറയും, ഇവിടെ വലിയൊരു വിള്ളൽ കാണുന്നുണ്ട്, പക്ഷെ ഇതിന്റെ ഇടയിലേക്ക് എനിക്ക് പോകാനായിട്ട് കഴിയില്ല. ബുൽമ അതേസമയം റഡാർ ചെക്ക് ചെയ്യും. അപ്പൊ അതില് ഒരു കർവ് ആയിരിക്കും കാണിക്കുക. അവളാണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനെ തിരികെ വിളിക്കുകയാണ്. നീ തിരികെ വായോ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് കാണുന്ന കർവിലേക്ക് ഒരുമിച്ച് പോവാന്ന് പറയും. അത് കേട്ട് ഗോക്കുവും ഇപ്പൊ തിരികെ ആ സബ്മറീനിലേക്ക് പോവാണ്. കട്ട് ചെയ്ത ഇവിടെ സോൾജിയേഴ്സ് അവരാണെങ്കിൽ അവരുടെ മിഷൻസ് എല്ലാം ഏറ്റെടുത്ത് ഓരോ ഭാഗത്തേക്ക് അങ്ങനെ പോകും. ആ ബ്ലൂവും ടീമും ആണെങ്കിൽ സബ്മറീനിൽ കയറി ഗോക്കുവിനെ ടീമിനെ അന്വേഷിച്ച് താഴേക്ക് പോവാണ്. മറ്റൊരു ഭാഗത്ത് വേറെ കുറെ സോൾജിയേഴ്സ് അവരാണെങ്കിൽ മാസ്റ്റർ റോഷിയെയും ലോഞ്ചിനെയും നോക്കിയാനും അവരുടെ കയ്യിലുള്ള 2 ഡ്രാഗൺ ബോൾ അതെടുക്കാനുമായിട്ട് അവിടേക്ക് പോകും. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം വയസ്സായ ഒരാളെയും പെൺകുട്ടിയാണ് പിടിക്കാൻ പോകുന്നതെന്നാണ് അവർ കരുതി വെച്ചിരിക്കുന്നത്. കട്ട് ചെയ്ത ഇവിടെ അപ്പാപ്പൻ ആളാണെങ്കിൽ മണിക്കൂറുകളായിട്ട് ആ ബാത്റൂമിൽ വെയിറ്റ് ചെയ്യുക. പെണ്ണാണെങ്കിൽ ഇതുവരെ അവിടേക്ക് എത്തിയിട്ടില്ല. ആൾക്കാണെങ്കിൽ അവിടെ ഒരുപാട് നേരം ഇരുന്ന് ബോറടിക്കും. ഓ നോ, അവൾ എന്തുകൊണ്ടായിരിക്കും ഇതുവരെ വരാത്തത്? അപ്പാപ്പന്റെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഇപ്പൊ നമ്മുടെ ലോഞ്ച് പെണ്ണ് അവൾ അവിടേക്ക് കടന്നു വരും. പക്ഷെ ആള് കരുതിയതുപോലെ കാര്യം സാധിക്കാനായിരിക്കില്ല. അവളാണെങ്കിൽ അവിടേക്ക് വന്ന് ഇപ്പൊ വാക്വം ക്ലീനർ ഉപയോഗിച്ച് ആ ബാത്റൂം ക്ലീൻ ചെയ്യാണ്. അതിന്റെ ഫോഴ്സിൽ അപ്പാപ്പനാണെങ്കിൽ ഇപ്പോ പറക്കാനായിട്ട് തുടങ്ങും. ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ കൺട്രോൾ പോയി ആ വാക്വം ക്ലീനറിലേക്ക് പോവാണ്. ആളാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. ഇത് പെണ്ണാണെങ്കിൽ എന്തോ ഒരു ശബ്ദം കേട്ട് അങ്ങനെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ഓൾമോസ്റ്റ് ആ ഡ്രാഗൺ ബോൾ ഉള്ള ഒരു ഗുഹയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ ദൂരത്തായിട്ട് നേവിക്കാരുടെ സബ്മറിയൻ അവരാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്. ക്യാപ്റ്റൻ ബ്ലൂ ആണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനോട് പറയും, ഇപ്പൊ നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല, അവർ കറക്റ്റ് ആയിട്ട് ആ ഡ്രാഗൺ ബോളിന്റെ അടുത്തെത്തട്ടെ, ആ സമയം അവരെ തകർത്തില്ലാതാക്കി ആ ഡ്രാഗൺ ബോൾ നമുക്ക് പിടിക്കാമെന്ന് പറയും. അങ്ങനെ അവരിപ്പോ കാത്തിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ ആ ഗുഹയിലേക്ക് സബ്മറിയൻ അത് അടുപ്പിക്കാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം സോൾജിയർ വിളിച്ചു പറയും, ആ ഡ്രാഗൺ ബോൾ ഉള്ളത് ആ ഗുഹയ്ക്കകത്താണ്. സോ ഇപ്പൊ തന്നെ അത് സബ്മറീൻ തകർത്ത് അവരെ ഇല്ലാതാക്കണം. അത് കേട്ടിപ്പോ ബ്ലൂ ആണെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അടുത്ത നിമിഷം കപ്പലിലുള്ളവരെല്ലാവരും ചേർന്ന് ഫോക്കസ് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ സബ്മറീന് നേരെ ബുള്ളറ്റ് ലോഡ് ചെയ്യും. ഇവിടെ ആൾക്കാരാണെങ്കിൽ ആ ഒരു ഗുഹയിലേക്ക് കയറാൻ നോക്കുന്ന ആദ്യ നിമിഷം തന്നെ ഒരുപാട് ബുള്ളറ്റ്സ് അവിടേക്ക് ചേറി പാഞ്ഞു വരും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ബുള്ളറ്റ്സുകൾ കണ്ട് ഞെട്ടും. ജസ്റ്റ് മിസ്സിന് നമ്മുടെ ആൾക്കാരുടെ സബ്മറീനിൽ അത് തറക്കില്ല. എന്താ സംഭവിച്ചതെന്നറിയാതെ ഷോക്കായിട്ട് ചുറ്റും നോക്കും. പുറകിൽ വലിയൊരു സബ്മറിയൻ. ഓ നോ, അവരാണ് നമ്മൾ അറ്റാക്ക് ചെയ്തത്, എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം. ക്യാപ്റ്റൻ ബ്ലൂ ആണെങ്കിൽ വീണ്ടും അവന്റെ അസിസ്റ്റൻസിനോട് നമ്മുടെ ആൾക്കാരുടെ സബ്മറീനെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആർമി ആണെങ്കിൽ വീണ്ടും നമ്മുടെ ആൾക്കാരെ ഫയർ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ മൊട്ടപ്പനാണെങ്കിൽ നല്ല ഫോഴ്സിൽ വണ്ടി മുൻപോട്ടേക്ക് എടുക്കുകയാണ്. സോ ജസ്റ്റ് മിസ്സിന് അവരുടെ എല്ലാ അറ്റാക്കിൽ നിന്നും നമ്മുടെ ആൾക്കാർ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ഗോക്കു പറയും, അതാ നേവി സോൾജിയേഴ്സ് ആണ്, അവർ ഒരുപാട് കാലങ്ങളായി എന്റെ പിന്നാലെ ഉണ്ട്, അവരുടെ ലക്ഷ്യവും ഈ ഡ്രാഗൺ ബോൾ തന്നെയാണ്. എന്റെ കയ്യിലുള്ള ഡ്രാഗൺ ബോൾ എടുക്കാനായിട്ട് അവർ ഒരുപാട് ശ്രമിച്ചു. ഇപ്പൊ അവരെന്നെ ഫോളോ ചെയ്ത് ഇവിടെ എത്തി. ഗോക്കു അത് പറയേണ്ട താമസം ഇവിടെ ബുൽമയും പൊട്ടപ്പനും അവർ രണ്ടുപേരും ഒരു സെക്കൻഡ് ഷോക്കാവും. ഓ നോ, എന്നിട്ട് ഇത്രയും വലിയ കാര്യം നീ ഇപ്പോഴാണോ ഞങ്ങളോട് പറയണേ? ഇതിന് ഗോക്കു ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഇതുവരെ എന്നോട് അതിനെക്കുറിച്ച് ആരും ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ബുൽമയാണെങ്കിൽ മുട്ടപ്പനോട് പറയും, നമ്മൾ കരുതും പോലെയല്ല, അവർ ഭയങ്കര പവർഫുൾ ആണ്, എത്രയും വേഗം അവരുടെ അടുത്ത് രക്ഷപ്പെട്ടു പോകണം. മുട്ടപ്പൻ പഠിച്ച പണി 18 സബ്മറീനിൽ ഉപയോഗിച്ച് അങ്ങനെ ചേറി പായിപ്പിക്കും. പക്ഷെ അവരുടെ തൊട്ടടുത്ത് തന്നെ ആ ഒരു നേവി സബ്മറീൻ ഉണ്ട്. ഇവിടെ ആൾക്കാരാണെങ്കിൽ ഫുൾ ഫോഴ്സിൽ ആ ഒരു ഗുഹയുടെ ഏറ്റവും ചെറിയ സ്പേസിലൂടെ പുറത്തേക്ക് പോകും. ആ വലിയ സബ്മറീന് അത് കടക്കാൻ കഴിയില്ല. നേവിക്കാർ അവിടെ സ്റ്റക്കായെന്നുള്ള സന്തോഷത്തിൽ നമ്മുടെ ആൾക്കാർ ഹായ് ആയിട്ട് പുറത്തേക്ക് പോകും. പക്ഷെ അടുത്ത നിമിഷം അവർ ആ സബ്മറീനിൽ നിന്ന് ചെറിയൊരു സബ്മറീൻ പുറത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം അവരെ ഫോളോ ചെയ്തു പോകും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ സ്മേ വിത്ത് മല്ലു എപ്പിസോഡ്.